ഹായ് കൂട്ടുകാരെ, ഒന്നാം ക്ലാസ്സിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ഇപ്രാവശ്യം നമുക്ക് എന്താണ്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് എന്താ, തിത്തിരി ആൻഡ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ പറയണമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഹലോ, കോൾ അതേഴ്സ് ഓൾസോ, ടുഡേ ഈസ് ഗോയിങ് ടു ബി ഫൺ. അപ്പോൾ എന്താ, കാക്കുണ്ടല്ലോ, ക്രോ ആർക്കോട്ടും ഫോം വിളിച്ചിട്ട് പറയാണ്. എന്താ പറയണത്, ഹലോ കോൾ അതേഴ്സ് ഓൾസോ, ടുഡേ ഈസ് ഗോയിങ് ടു ബി ഫൺ. അപ്പോൾ ബാക്കിയുള്ളവരെയും വിളിച്ചോ, ഇന്ന് നല്ല ഫണ്ണായിരിക്കുമെന്ന് കാക്ക ആർക്കോട്ടും ഫോം വിളിച്ച് പറയുന്നുണ്ട്. കാ നോയ്സി ക്രോസ്, ഇമ ആൻഡ് അമ സ്റ്റെപ്ഡ് ഔട്ട് ടു ലുക്ക് എ ലിറ്റിൽ ബേർഡ് ഹൈഡിങ് ഫ്രം ദ ക്രോസ് in a hole in the tree. അപ്പോൾ എന്താണ് ഈ കാ എന്നുള്ള കാക്കയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇമിയും അമലും എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ്. എ ലിറ്റിൽ ബേർഡ് ഹൈഡിങ് ഫ്രം ദ ക്രോസ്. അപ്പോൾ എന്താണ്, ഒരു ലിറ്റിൽ ബേർഡ് ഈ ക്രോയുടെ ഇടയിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ട് എന്താണ്, ഒരു മരത്തിൻ്റെ ഒരു പൊത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഹേ എ ലിറ്റിൽ ബേർഡ് ലെറ്റ്സ് ടേക്ക് ഹർ ടു ഹർ മോം. അപ്പോൾ എന്താണ്, അപ്പോൾ ഒരു കുട്ടി പറയുന്നുണ്ട്, അമൽ പറയുന്നുണ്ട് എന്താ, ഹേ എ ലിറ്റിൽ ബേർഡ് എന്ന് പറയുന്നുണ്ട്. ദെൻ ഇമ പറയുന്നുണ്ട് ലെറ്റ്സ് ടേക്ക് ഹർ ടു ഹർ മോം. അപ്പോൾ ഈ ലിറ്റിൽ ബേർഡിനെ മോമിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് ആരാണ് പറയണത്, ഇമയും പറയുന്നുണ്ട്. ഓക്കെ, must keep her safe from crows and cats. Yes, of course. അപ്പോൾ എന്താണ് അമൽ പറയുന്നത്, ഈ ലിറ്റിൽ ബേർഡിനെ ക്രോസിൽ നിന്നും കാറ്റ്സിൽ നിന്നൊക്കെ സേഫാക്കി വെക്കണം. യെസ്, ഓഫ് കോഴ്സ്. അപ്പോൾ തീർച്ചയായും എന്ന് ഇമ പറയുന്നുണ്ട്. വാട്ട്സ് ഹെർ നെയിം. അപ്പോൾ എന്തായിരിക്കും ഇവളുടെ പേര്, ലെറ്റ്സ് കോൾ ഹെർ തിത്തിരി. അപ്പോൾ എന്താണ്, നമുക്ക് ഇവളെ തിത്തിരി എന്ന് വിളിക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ചാപ്റ്റർ ഹെഡിങ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആര്, തിത്തിരി. ലാലി കാറ്റ് tiptoed in to catch the little bird. അപ്പോൾ എന്താണ്, ഈ ലിറ്റിൽ ബേർഡിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് ആര്, നമ്മുടെ ക്യാറ്റായിട്ടുള്ള ലാലി കാറ്റ്. ഓക്കെ, Amal got a stick and chased the cat away. Out. Oh, where is Titiri? അപ്പോൾ എന്താണ്, അമൽ ഒരു വടി എടുത്തിട്ട് എന്താണ് ഈ കാറ്റിനെ പറഞ്ഞയക്കുകയാണ്. അപ്പം നമ്മുടെ ഇമ ചോദിക്കുന്നുണ്ട് എന്താണ്, വോയ്സ് തിത്തിരി, എവിടെയാണ് തിത്തിരി. ദേ സെർച്ച്ഡ് ഫോർ തിത്തിരി എവരിവേർ. എന്നിട്ട് എന്ത് ചെയ്തു, അവരെല്ലാവരും കൂടി തിത്തിരിയെ സെർച്ച് ചെയ്തു. നോട്ട് ഓൺ ദ അൽമിറ. അപ്പോൾ അൽമിറയുടെ മേലെ ഇല്ല. നോട്ട് അണ്ടർ ദ ബെഡ്. എന്താണ്, ബെഡിൻ്റെ അടിയിലില്ല. നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് സോഫ. അപ്പോൾ സോഫയുടെ മുന്നിലില്ല. നോട്ട് ബിഹൈൻഡ് സോഫ. സോഫയുടെ ബാക്കിലില്ല. കുഡിൻ ഫൈൻഡ് ഹെർ എനിവർ ഔട്ട്സൈഡ്. അപ്പോൾ എന്താണ്, അവളെ പുറത്ത് എവിടെയും കാണുന്നില്ല. ലെറ്റ്സ് ലുക്ക് ഇൻസൈഡ് ദ ഡോൾ ഹൗസ്. അപ്പോൾ എന്താണ്, ഇനി നമുക്ക് ഈ ഡോൾ ഹൗസിലൂടെ ഒന്ന് നോക്കാം. യെസ്, ഹിയർ ഇറ്റ് ഈസ്. അപ്പോൾ എന്താണ്, അമൽ പറയുന്നുണ്ട്, ഇവിടെയുണ്ട് ആര്, നമ്മുടെ ബേർഡായിട്ടുള്ള ലിറ്റിൽ ബേർഡായിട്ടുള്ള തിത്തിരി. ഓക്കെ, ഐ വാണ്ട് ടു സീ മൈ മദർ. അപ്പോൾ തിത്തിരി ബേർഡ് എന്താ പറയണത്, ഐ വാണ്ട് ടു സീ മൈ മദർ. എനിക്കെൻ്റെ അമ്മേനെ കാണണം. ഡോണ്ട് വറി, വി വിൽ ഫൈൻഡ് ഹെർ. അപ്പോൾ നീ പേടിക്കുന്നു വേണ്ട, ഞങ്ങൾ കണ്ടുപിടിക്കും എന്ന് ഇമ പറയാണ്. ദെൻ അടുത്തത് എന്താ, തിത്തിരി ആസ്ക്ഡ് ദ കേറ്റ് ആർ യു മൈ മോം. അപ്പോൾ കാറ്റിനോട് ചോദിക്കുകയാണ്, നീയാണോ എൻ്റെ അമ്മ എന്ന് ചോദിക്കുകയാണ്. ഐ ഹാവ് 2 kids, none look like you. അപ്പോൾ എന്താണ്, എനിക്ക് 2 kids ഉണ്ട്, ആരും നിന്നെ പോലെ ഇല്ല. എത്രയാണ്, 2. എത്രയാണ്, 2. അപ്പോൾ ഇതാണ് 2. ഓക്കെ, they went to the cow, are you my mom. അപ്പോൾ എന്താ, അടുത്തത് കൗവിൻ്റെ അടുത്തേക്ക് പോയി, നിങ്ങളാണോ എൻ്റെ അമ്മ എന്ന് ചോദിക്കുകയാണ്. ഐ ഹാവ് ഓൺലി 1 kid. അപ്പം കൗവിന് എത്ര കിഡാണ് ഉള്ളത്, ഒരു കിഡ്, 1 കിഡാണുള്ളത്. അപ്പോൾ ഇതാണ് 1. ഓക്കെ, അപ്പോൾ 1 ഇവിടെ എഴുതിയിട്ടുണ്ട്.
എന്താ മെറ്റ് ഡോഗി ആൻഡ് ഹെർ കിഡ്സ് ആർ യു മൈ മോം. ഇനി അടുത്തത് എന്താ, ഡോഗീനെ കാണാൻ പോവുകയാണ്. ദെൻ ഡോഗീനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ എൻ്റെ അമ്മ എന്ന്. ഐ ഹാവ് 5 kids. ലുക്ക് ഡസ് എനി വൺ ലുക്ക് ലൈക്ക് യു. എനിക്ക് 5 കുഞ്ഞുങ്ങളുണ്ട്. ഇവന് ആരെങ്കിലും നിന്നെപ്പോലെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല അല്ലേ. അപ്പോൾ എത്ര എണ്ണാണ്? 5. 5. 1 2 3 4 5. ഓക്കെ, ഇനി അടുത്തത് നോക്കി നോക്കാം. They also met hen and her family. Then അടുത്തത് അവർ ആരടുത്തേക്കാണ് പോയേ? ഹെന്നിൻ്റെ അടുത്തേക്കാണ് പോയേ. ഈസ് ദിസ് യുവർ കിഡ്? അപ്പോൾ ചോദിക്കുകയാണ് ഇത് നിൻ്റെ കുട്ടിയാണോ? ഐ ഹാവ് 4 but none is like this kid. അപ്പോൾ എനിക്ക് 4 കുട്ടികളുണ്ട്, ആരും ഇതിൻ്റെ ഈ ലിറ്റിൽ ബേർഡിൻ്റെ പോലെയില്ല. എത്ര കുട്ടികളാണ്? 4. 1 2 3 4. ഓക്കെ, അപ്പോൾ ഇതാണ് 4. ദെൻ അടുത്തത് അവിടെ എങ്ങണ്ടാ പോയി? ദേ സോ എ ക്രോസ് നെസ്റ്റ്. ഒരു ക്രോയുടെ നെസ്റ്റ് കണ്ടു. ദെൻ അടുത്തത് അവർ അങ്ങണ്ടാണ് പോയത്. ഈസ് ദിസ് യുവർ കിഡ്? ഇത് നിൻ്റെ കുട്ടിയാണോ എന്ന് ചോദിക്കുകയാണ്. മൈ 3 eggs ഹാവിൻ ഹാച്ച്ഡ് യെറ്റ്. അപ്പോൾ എൻ്റെ മുട്ട ഇതുവരെ വിരിഞ്ഞിട്ടില്ല എന്ന് പറയാണ്. എത്ര eggs ആണ്? 3. എത്രയാണ്? 3. 1 2 3. അപ്പോൾ ആ 3 ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് എന്താ? Who all do you see in the pictures? Count and write each. അപ്പോൾ ഇതെന്താ? ഇതൊരു കൗവിൻ്റെ കുട്ടിയാണ്. കൗ. അപ്പോൾ അത് എത്ര എണ്ണ ഉള്ളത് എന്ന് വെച്ചാൽ ഈ ബോക്സിൽ എഴുതണം. അപ്പോൾ ഇത് എത്ര എണ്ണമാണ് ഉള്ളത്? എത്ര എണ്ണമാണ്? 1 എണ്ണമാണ്. അപ്പോൾ ഈ ബോക്സിൽ നമ്മൾ എന്ത് എഴുതണം? 1. ഓക്കെ, ഇനി അടുത്തത് എന്താ? അടുത്തത് 1 2 ഡക്സിൻ്റെ കുട്ടിയാണ്. 1 2 3 4. 1 2 3 4. എത്ര കുട്ടികളാണ്? 4. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ തന്നെ നമ്മൾ എന്ത് എഴുതണം? 4. ഇനി അടുത്തത് എന്താ? അടുത്തത് ഡോഗിൻ്റെയാണ്, ഡോഗിയുടെ കുട്ടികൾ. അപ്പോൾ നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5. 1 2 3 4 5. എത്ര കുട്ടികളാണ്? 5. അപ്പോൾ നമ്മളിവിടെ എഴുതണം എന്ത്? 5. ഓക്കെ, ഇനി അടുത്തത് പപ്പിയാണ്. 1 2. 1 2. എത്ര എണ്ണാണ്? 2. ഇനി അടുത്തത് 1 2 ക്രോയിൻ്റെ ആണ്. 1 2 3. 1 2 3. 1 2 3. എത്ര എണ്ണാണ്? 3. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ വൃത്തിയിൽ 3 എന്ന് എഴുതുക. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയ നമ്പേഴ്സൊക്കെ ഇതിൻ്റെ ഉള്ളിൽ, ഈ ബോക്സിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കണം. ഈ കുത്തിട്ട മേലെ കൂടെ എഴുതി കൊടുക്കണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ താഴെയും എഴുതി കൊടുക്കണം. 1 അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അപ്പുറത്തേൽ 2. ദെൻ അപ്പുറത്തേൽ 3. ദെൻ 4. ദെൻ 5. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഈ കുത്തിൻ്റെ മേലെ കൂടിയും കൂട്ടുകാർ എഴുതാം. 1 2 3 4 5. ഓക്കെ, ഇനി അടുത്തത് എന്താ നോക്കി നോക്കാം. ഇമ ആൻഡ് അമൽ ഷോഡ് ദയർ പിക്ചർ ബുക്ക് ടു തിത്തരി. ദേ സാങ്. അപ്പോൾ എന്താണ്? ഇമയും അമലും എന്ത് ചെയ്തു? അവർ പിക്ചർ ബുക്ക് തിത്തിരിയെ കാണിച്ചു. എന്നിട്ട് അവിടെ പാട്ട് പാടാണ്. വാട്ട്സ് ഇൻ page 1. One cat on the first page. 1 1 1. അപ്പോൾ എന്താണ് പേജ് 1-ലുള്ളത്? ഒരു ക്യാറ്റാണ്. 1 cat. ഒരു ക്യാറ്റാണ്. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ഇവിടെ ഈ കുത്തിൻ്റെ മേലെ കൂടെ നമ്മൾ എന്ത് എഴുതണം? 1. ഓക്കെ, ഇനി എന്താ? വാട്ട്സ് ഇൻ പേജ് 2. പേജ് 2-ൽ എന്താണ്? 2 birds on the second page. 2 2 2. അപ്പോൾ 2 പക്ഷികളാണ്. അപ്പോൾ 2 പക്ഷികളുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 2 2 birds. അപ്പോൾ ആ 2 എന്ന് നമ്മൾ ഈ ബുക്കിൻ്റെ ഇവിടെ ഈ കുത്തുകളിലൂടെ നമ്മൾ എഴുതി കൊടുക്കണം.
ഇനി അടുത്തത് എന്താ? വാട്ട്സ് ഇൻ പേജ് 3? പേജ് 3ൽ എന്താണ്? 3 പാരറ്റ്സ് ഓൺ ദ തേർഡ് പേജ്. 3. അപ്പോൾ എന്താണ് പേജ് 3ൽ? 3 പാരറ്റ് ആണല്ലേ. അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ 3. എന്താണ് 3? അപ്പോൾ ആ 3 ഇവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് എന്താ? വാട്ട്സ് ഇൻ പേജ് 4? പേജ് 4ൽ എന്താണ്? പേജ് 4ൽ 4 ഔൾസ് ഓൺ ദ 4th പേജ്. 4. എന്താണ്? 4 ഔൾസ് ആണുള്ളത്. അപ്പോൾ ആ 4 എന്ന് ഇവിടെ എഴുതി കൊടുക്കുക. Then what's in page 5? പേജ് 5ൽ എന്താണുള്ളത്? 5 mangoes on the 5th page. 5. 5 മാങ്ങകളാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതണം? 5. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ 1, 2, 3, 4, 5 പഠിച്ചു. 1, 2, 3, 4, 5. ഓക്കെ, ഇനി എന്താ? ഫിംഗർ പെയിൻറ്റിങ്സ്. ലെറ്റ്സ് ഡു സം ഫിംഗർ പെയിൻറ്റിങ്സ്. അപ്പോൾ ആദ്യത്തേൽ കൊടുത്തിട്ടില്ലേ? ആദ്യത്തേൽ എന്താ? 1 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഫിംഗർ പതിപ്പിച്ചു. ഓക്കെ, അപ്പോൾ അതുപോലെ ഇനി അടുത്തതിൽ എത്ര? 4. 4 എണ്ണമാണ്. അപ്പോൾ ഇവിടെ 4 ഫിംഗർ ഇങ്ങനെ പതിപ്പിച്ചിട്ട് ഇങ്ങനെ ചിത്രം വരയ്ക്കുക. ദെൻ അടുത്തതിൽ 5 എണ്ണം, ദെൻ അടുത്തതിൽ 2 എണ്ണം, ദെൻ അടുത്തതിൽ 3 എണ്ണം. അപ്പോൾ ആദ്യത്തേൽ നമ്മൾ 1 വരച്ചു. എന്നിട്ട് നമ്മൾ ഈ കുത്തിൻ്റെ മേലെ കൂടെ എഴുതും വേണം. 1 ഒരെണ്ണയിട്ട് വരച്ചു. ഒരു ഫിംഗർ, ഒരു തമ്പ് അവിടെ മഷിയിൽ മുക്കിയിട്ട് ഇതിൽ അമർത്തുക. ഓക്കെ, എന്നിട്ട് നമ്മൾ 1 വരച്ചു. ദെൻ 1. ദെൻ നമ്മൾ ഇനി അടുത്തത് എത്ര എണ്ണം ചെയ്യണം? 4 എണ്ണം. ദെൻ ഈ കുത്തുകളിലൂടെ നമ്മൾ എഴുതണം. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇതിൽ എത്ര എണ്ണം ആക്കണം? ഇതിൽ 5 എണ്ണം വേണം. ദെൻ 5 തമ്പായിട്ട് നമ്മൾ ചെയ്യണം. ദെൻ ഇതിൽ 2 എണ്ണം. ദെൻ ഇതിൽ 3 എണ്ണം. ഓക്കെ, ലെറ്റ്സ് ഡ്രോ ദ വേർംസ് ആൻഡ് റൈറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 3. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഒരെണ്ണം അവർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മൾ ഇങ്ങനെ 5 എണ്ണം കൂടി വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ 1 എഴുതിൻ്റെ അപ്പുറത്തേൽ 2, 3, 4, 5 വരെ എഴുതുക. ഓക്കെ, ഇനി അടുത്തത് എന്താ നോക്കി നോക്കാം. Look and tell. See the picture. Say what all things you see. അപ്പോൾ എന്താണ് ഈ പിക്ചറിൽ നോക്കിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് കാണാനുള്ളത് നോക്കാം. Among the cheeks there are a big one. അപ്പോൾ ഈ cheeksൽ ഒന്ന് വലുതാണ്. Among the ducks 2 big ducks. അപ്പോൾ ഡക്സിൽ എത്ര ഉണ്ട്? 2 വലിയ ഡക്സ് ഉണ്ട്. In the flock see the picture. Say and write in front of the mother duck dash little duck. അപ്പോൾ എന്താണ്? ഇൻ ഫ്രണ്ട് ഓഫ് ദ മദർ ഡക്കിൻ്റെ ഫ്രണ്ടിൽ എത്ര ലിറ്റിൽ ഡക്സ് ഉണ്ട്? ഇതാണ് മദർ ഡക്ക്. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ എത്ര ഉണ്ട്? 1, 2. എത്രയാണ്? 2. അപ്പോൾ നമ്മൾ ഈ ബോക്സിൽ എന്ത് എഴുതണം? 2 എന്ന് എഴുതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അറ്റ് ഹർ ബാക്ക് ഡാഷ് ലിറ്റിൽ ഡക്സ്. ബാക്ക് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ബാക്കിൽ. അപ്പോൾ ബാക്കിൽ എത്ര ലിറ്റിൽ ഡക്സ് ഉണ്ട്? നമുക്ക് എണ്ണി നോക്കാം. 1, 2, 3. എത്രയാണ്? 3. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് എഴുതണം? ഇവിടെ നമ്മൾക്ക് 3 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തത് എന്താ? 2 and 3 makes. ഒരു മിനിറ്റ്. 2 and 3 makes 5. അപ്പോൾ എന്താണ്? 2ഉം 3ഉം കൂടി ആയാൽ നമുക്ക് 5 കിട്ടും. അപ്പോൾ നമുക്ക് എണ്ണി നോക്കാം. 1, 2, then 3, 4, 5. ഓക്കെ, അപ്പോൾ 2 and 3 makes 5. അപ്പോൾ 1. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഈ ചീസിൻ്റെ അവിടെ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ടോട്ടൽ 5 എന്ന് കിട്ടി. ഓക്കെ,
ഇനി അടുത്തത് നോക്കാം. 2 ducklings walked ahead to get beside their mother's side. One was still behind. അപ്പോൾ എന്താണ് 2 ducklings എന്ത് ചെയ്തു? 2 ducklings walked ahead to get beside their mother's side. മദറിൻ്റെ സൈഡിൽ 2 eggs മദറിൻ്റെ സൈഡിൽ നടന്നു. then one was still behind. ഒരെണ്ണം ഇപ്പോഴും എവിടെയാണ്? ബിഹൈൻഡ്, ബാക്കിലാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇത്. dash ducklings in front dash ducklings alongside dash ducklings behind. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. dash duckling in front എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഫ്രണ്ടിൽ എത്ര എണ്ണം ഉണ്ട്? എത്ര എണ്ണമാണ്? 1 2. അപ്പോൾ നമ്മളിവിടെ എഴുതുക എന്ത്? 2. ഓക്കെ, അപ്പോൾ 2 ഡക്ലിങ്സ് ഫ്രണ്ടിലുണ്ട്. ഇനി ഡാഷ് ഡക്ലിങ്സ് അലോങ് സൈഡ് എന്ന് പറഞ്ഞാൽ കൂടെ എത്ര ഉണ്ട്? ആ സൈഡിൽ എത്ര ഉണ്ട്? എത്ര? 2. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതുക എത്ര? 2. ഇനി എന്താ? ഡാഷ് ഡക്ലിങ് ബിഹൈൻഡ് എത്ര എണ്ണമാണ്? ബിഹൈൻഡ് ഒരെണ്ണമാണ്. അപ്പോൾ നമ്മൾ ഈ ബോക്സിൽ എഴുതണം എന്ത്? 1. ഓക്കെ, then dash and dash make dash and dash make dash. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണ്? 2 ഡക്ലിങ്സ് ഫ്രണ്ടിലുണ്ട്. നമ്മളിവിടെ 2 എഴുതി. then എന്താ? 2 എണ്ണം അലോങ് സൈഡ്, കൂടെ 2 എണ്ണം ഉണ്ട്. then എന്താ ഒരെണ്ണം ബാക്കിലുമുണ്ട്. അപ്പോൾ എന്താ? 2 2 2 2 പ്ലസ് 2 അതായത് 1 2 3 4 5. 2 കഴിഞ്ഞാൽ 3 4 5. അപ്പോൾ എത്രയാണ്? 2 and 1 makes എത്രയാണ്? 5. ഓക്കെ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് നോക്ക്. the 2 ducklings were the mother walked the 2 ducklings with the mother walked ahead. അപ്പോൾ എന്താണ് ഉണ്ടായേ? ഈ അമ്മയുടെ കൂടെ നടക്കുന്ന രണ്ട് ഡക്ക് എന്ത് ചെയ്തു? എഹെഡ്, മുമ്പിലേക്ക് പോയി. അപ്പം എന്താണ്? അപ്പോൾ ഇപ്പോൾ എത്ര ഡക്സ് ഫ്രണ്ടിലുണ്ടാവും? ആദ്യം ഇവിടെ 2 ഡക്സ് ഉണ്ട്, പിന്നെ ഈ 2 ഡക്സും കൂടി മുമ്പിലെത്തി അല്ലേ? അപ്പോൾ എത്ര എണ്ണമായി? ഡക്സ് എന്ത് ചെയ്തു? ഫ്രണ്ടിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ആരുമില്ല. then ഒരാൾ ബാക്കിലും ഉണ്ട്. അപ്പോൾ എന്താണ്? ഡാഷ് ഡക്ലിങ്സ് ഇൻ ഫ്രണ്ടിൽ അപ്പോൾ ആരായി? 1 2 പിന്നെ ഈ 2 എണ്ണം. അപ്പോൾ എത്ര എണ്ണമായി? 4 എണ്ണമായി. then dash ducklings behind എത്ര എണ്ണം ഉണ്ട്? ബിഹൈൻഡ് ഒരെണ്ണം. ഓക്കെ, അപ്പോൾ ഇവിടെ 1 എന്നിട്ട് ഡാഷ് ആൻഡ് ഡാഷ് മേക്ക് ഡാഷ്. അപ്പോൾ എന്താണ്? 4 പിന്നെ എത്രയാണ്? പിന്നെ ഒരെണ്ണം. അപ്പോൾ ഇത് എന്താണ്? 4 then ഒരെണ്ണം കൂടി. അപ്പോൾ 4 then 5. അപ്പോൾ ഇവിടെ എത്ര വരും? 5. ഓക്കെ, ഇനി അടുത്തത് നോക്കി നോക്കാം. അമൽ ആൻഡ് ഈമ ആൻഡ് തിത്തിരി റീച്ച്ഡ് ദ ഗാർഡൻ. അമലും ഈമയും തിത്തിരിയും എവിടെ എത്തി? ഗാർഡനിലെത്തി. then count and write. അപ്പോൾ ഈ ഫ്ലവർ എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. എത്ര എണ്ണമാണ്? 1 2 3 4. എത്രയാണ്? 4. അപ്പോൾ നമ്മൾ ഈ ബോക്സിൽ എഴുതി 4. ഇനി ഇത് എത്ര എണ്ണമുണ്ട്? ഇത് എത്ര എണ്ണമുണ്ട് നമുക്ക് നോക്കി നോക്കാം. 1 2 3 4 5. എത്രയാണ്? 5 എണ്ണം ഉണ്ട്. എത്രയാണ്? 5. then ഇനി ഈ ഫ്ലവർ എത്ര എണ്ണമുണ്ട്? ഈ ഫ്ലവർ ആകെ ഒന്നുള്ളൂ. ഈ ഫ്ലവർ ആകെ ഒരെണ്ണമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 1 എന്ന് എഴുതി. then ഈ ഫ്ലവർ 1 2 2 എണ്ണം. then എന്താ? ഈ ഫ്ലവർ 1 2 3 3 എണ്ണം. അപ്പോൾ ഇവിടെ നമ്മൾ 3 എന്ന് എഴുതി. 1 ഷൂ ഫ്ലവർ പ്രെറ്റി ആൻഡ് റെഡ്. അപ്പോൾ എത്ര എണ്ണമാണ്? 1. 2 മാരിഗോൾഡ്സ് ഓറഞ്ച് കളർ. അപ്പോൾ മാരിഗോൾഡിൻ്റെ കളർ എന്താണ്? ഓറഞ്ച്. എന്താണ്? ഓറഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ 2 എന്ന് എഴുതി. 3 മുക്കൂട്ടീസ് ഗോൾഡൻ യെല്ലോ. അപ്പോൾ ഗോൾഡൻ യെല്ലോയിൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. 1 2 3. എത്ര എണ്ണമാണ്? 3 എണ്ണം.
ദെൻ അടുത്തത് എന്താ, 4 blue peas, so beautiful. അപ്പോൾ പീസ് എന്ന് പറഞ്ഞത് എത്ര എണ്ണം ഉണ്ട്, 1 2 3 4 എണ്ണം ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഈ ബോക്സിൽ എഴുതി 4. ദെൻ 5 white lilies on the pond. അപ്പോൾ എത്രയാണ് വൈറ്റ് ലിലീസ്, എത്ര എണ്ണം ഉണ്ട്, 5 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ 5 എന്ന് എഴുതി കൊടുത്തു. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, 1 എന്താ, 1 ഷൂ ഫ്ലവർ ഉണ്ട്, 2 ഓറഞ്ച് മാരിഗോൾഡ് ഉണ്ട്, ദെൻ 3 മുക്കുറ്റീസ് ഗോൾഡൻ യെല്ലോ ഉണ്ട്, ദെൻ 4 എന്താണ്, 4 ബ്ലൂ പീസ് ഉണ്ട്, ദെൻ 5 വൈറ്റ് ലിലീസും ഉണ്ട്. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. ഫ്രണ്ട്സ്, റയാൻ ആൻഡ് ആവണി ആർ കമ്മിങ്, ലെറ്റ്സ് ഷോ ദം തിത്തിരി. അപ്പോൾ റയാനും ആവണിയും വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് തിത്തിരിയെ കാണിച്ചു കൊടുക്കാമെന്ന് പറയാണ്. റയാൻ ആൻഡ് ആവണി കെയിം ടു സീ തിത്തിരി. അപ്പോൾ റയാനും ആവണിയും എന്ത് ചെയ്തു, തിത്തിരിനെ കാണാൻ വന്നു. ഐ കാൺ സീ ഹെർ, ലെറ്റ് മീ ഫീൽ ഹെർ. എനിക്ക് എന്താണ് ഇവളെ കാണാൻ പറ്റില്ല, ഈ കുട്ടിക്ക് കണ്ണ് കാണാൻ പറ്റില്ല, അപ്പോൾ ഫീൽ ചെയ്യിപ്പിക്കാനാണ് പറയുന്നത്. ഹി കെയേഴ്സ് ടു തിത്തിരി, സോ സ്മൂത്ത് ഹി സൈഡ്. അപ്പോൾ തൊട്ടിട്ട് പറഞ്ഞു നല്ല സ്മൂത്താണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് നോക്കി നോക്കാം. അമൽ ബ്രോട്ട് സം ടോയ്സ് ടു പ്ലേ, ദേ ഗ്രൂപ്പ്ഡ് സിമിലർ ടോയ്സ്. അപ്പോൾ എന്താണ്, അമൽ കുറച്ച് ടോയ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്, ദെൻ സിമിലർ ആയിട്ടുള്ള ടോയ്സിനെ ഗ്രൂപ്പ് ചെയ്തു. വിച്ച് ഓഫ് ദ ടോയ്സ് ആർ അലൈക്ക്, കൗണ്ട് ആൻഡ് റൈറ്റ്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, പമ്പരം എത്ര ഉണ്ട് നോക്കി നോക്കാം. 1 ദെൻ 2, വേറെ ഉണ്ടോ, ഇല്ല. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ അവിടെ എഴുതി 2. ഇനി അടുത്തത് ടോയ് ട്രക്കാണ്. ടോയ് ട്രക്ക് എത്ര ഉണ്ട്, ഇവിടെ ഒന്നുമില്ല. എത്ര ഉണ്ട്, 1 ദെൻ 2. അപ്പോൾ നമ്മളിവിടെ 2 എഴുതി. ഇനി ഡ്രമ്മാണ്. ഡ്രം എത്ര ഉണ്ട്, ഡ്രമ്മ് 1, പിന്നെണ്ടാ ഒരു ഡ്രമ്മുണ്ട്, ദെൻ വേറെ ഇല്ല. അപ്പോൾ ഡ്രം എത്രയാണ്, 2. ദെൻ വിസിൽ നോക്കാം. വിസിൽ എത്രയാണ്, 1 2 3, ദെൻ ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട്, 4 വിസിലുണ്ട്. ദെൻ ബാറ്റ് നോക്കി നോക്കാം. ബാറ്റ് എത്ര എണ്ണമാണ്, ബാറ്റ് ഡ്രമ്മാകെ ഒരെണ്ണമാണ് ഉള്ളത് കേട്ടോ, ഡ്രമ്മ് 1. ഓക്കെ, ദെൻ ബാറ്റ് നോക്കി നോക്കാം. ബാറ്റ് എത്രയാണ്, ബാറ്റും 1 ആണ് അല്ലേ. അപ്പോൾ ബാറ്റിൻ്റെ അവിടെ നമ്മൾ 1 എന്ന് എഴുതി. ദെൻ റോബോട്ട് എത്ര എണ്ണ, റോബോട്ട് 1 2 അല്ലേ ഉള്ളൂ. റോബോട്ട് 1 2 എണ്ണുണ്ട് റോബോട്ട്. ദെൻ ബോൾ എത്ര എണ്ണമാണ്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 എണ്ണുണ്ട്. ഇനി എന്താ, വാട്ട് മോർ ടു കൗണ്ട്. ഇനി എണ്ണാൻ എന്തെങ്കിലും ഉണ്ടല്ലേ, എന്തൊക്കെ ഉണ്ട്, ഡോൾസ് ഉണ്ട്, ഡോൾസ് 1 2 3 ഡോൾസ് ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്, പിന്നൊന്നുമില്ല അല്ലേ, ഡോൾസ് ഉണ്ട്. ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ ഇനി ഡോൾസ് ഉണ്ട്. അപ്പോൾ ഡോൾസ് എത്ര ഉണ്ട്, 1 2 3 4 ഡോൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ വാട്ട് മോർ ടു കൗണ്ട്, ഇനി എണ്ണാനുള്ളത് എന്താണ്, ഡോൾസ് ആണ്. അത് എത്ര എണ്ണ, 1 2 3 4. എത്ര ഡോൾസ് ആണ്, 4. ഡിഡ് എവ്രി വൺ റൈറ്റ് ദ സെയിം നമ്പർ. അപ്പോൾ അത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. നമുക്ക് അടുത്തത് നോക്കി നോക്കാം. Feel and write. How do we write 1? The sum for 8. How do we write 1? This is how we write 1.
No curve, no turn, no slant, no bend, a little line, short and straight. That a nice one, all for one for all. അപ്പോൾ എന്താണ്, നല്ല സിമ്പിളാണ്, ചെരിവും വളവും ഒന്നുമില്ല, ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ വരച്ചാൽ മതി. അതാണ് നമ്മുടെ 1 എന്ന് പറയാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ? To write to just feel the picture. Okay, Ima, I got it now. Ryan moved his fingers on the sandpaper card. അപ്പോൾ എന്താണ്, റയാന് കണ്ണ് കാണാൻ പറ്റാത്ത കാരണം റയാൻ എങ്ങനെയാണ് ടു പഠിക്കുന്നത്? നമ്മുടെ സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് അതിൽ വരച്ച് നോക്കിയിട്ടാണ് റയാൻ പഠിക്കുന്നത്. My dear, they heard a bird crying outside. They went to the garden. Here's your mom, mommy. Titiri was both happy and said, I'll come tomorrow. Bye. അപ്പോൾ എന്താണ് പറയണത്? മൈ ഡിയർ, ഹിയർ ഈസ് യുവർ മോം, മോമി. അപ്പോൾ എന്താണ്, തിത്തിരിയും അമ്മയും കണ്ടുമുട്ടാണ്. തിത്തിരി വാസ് ബോത്ത് ഹാപ്പി ആൻഡ് സാഡ്. അപ്പോൾ തിത്തിരി എന്താണ്, സങ്കടമുണ്ട് സന്തോഷമുണ്ട്. ഐ വിൽ കം ടുമോറോ ബൈ, ഞാൻ നാളെ വരാം, ബൈ എന്ന് പറഞ്ഞിട്ട് പോവാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ? ലുക്ക് അറ്റ് ദ നമ്പർ ഇൻ ഈച്ച് ഫ്ലവർ. ലുക്ക് അറ്റ് ദ നമ്പർ ഇൻ ഈച്ച് ഫ്ലവർ. ഡ്രോ ദ സെയിം നമ്പർ ഓഫ് ലീവ്സ്. അപ്പോൾ എന്താണ്, ഈ ഫ്ലവറിന് 2, ഇതിൻ്റെ ഉള്ളിൽ 2 നമ്പർ. അപ്പോൾ നമ്മൾ 2 ലീഫ് വരച്ചു. അപ്പോൾ ഇതിന് നമ്മൾ എത്ര ലീഫ് വരയ്ക്കണം? ഇതിന് 5 ആണ്. അപ്പോൾ നമ്മൾ 5 എണ്ണം വരച്ച് നോക്കുക. 1 2 3 4 5 5 എണ്ണം വരച്ചു. അപ്പോൾ ഇതിന് 4 എണ്ണം വരയ്ക്കുക, ഇതിന് 4 എണ്ണം വരയ്ക്കുക, ഇതിന് 3 എണ്ണം വരയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താ? വിച്ച് ആർ ദ ഗ്രൂപ്പ്സ് വിത്ത് ദ സെയിം നമ്പർ, സർക്കിൾ ദം. ഏത് ഗ്രൂപ്പ്സിനാണ് ഇവിടെ സെയിം നമ്പർ ഉള്ളത്, അതിന് സർക്കിൾ ചെയ്യുക. 1 2 3 4, ഇതിൽ 4 എണ്ണമാണ്. 1 2 3 4 5. അപ്പോൾ ഇതല്ല, 1 2 3 4. അപ്പോൾ ഏതൊക്കെയാണ് സർക്കിൾ ചെയ്യേണ്ടത്? ഇതും ദെൻ ഇതും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ലെറ്റ്സ് കളർ ചെയ്യാം നമുക്ക്. കൗണ്ട് ദ ബേർഡ്സ് ആൻഡ് കളർ. ഈ ബേർഡ്സിനെ കൗണ്ട് ചെയ്തിട്ട് ആ കളർ കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെന്താ 1 2 3 4 5. അപ്പോൾ ഇതിന് ഏത് കളറാണ് കൊടുക്കേണ്ടത്? ഇതിന് നമ്മൾ ഈ സ്കൈ ബ്ലൂ കളർ കൊടുക്കണം. ഇനി ഇതേതാ 1 2. അപ്പോൾ ഈ 2 ബേർഡിന് നമ്മൾ ഏത് കളറാണ്? പച്ച കളർ കൊടുക്കുക. ദെൻ ഇതിനോ, ഇതാകെ ഒരെണ്ണാണ്. അപ്പോൾ ഇതിന് ഈ കളർ വയലറ്റ്. ഓക്കെ, ഇനി ഇതോ, ഇതിന് 1 2 3. ഇതിനേതാണ്? ഇതിന് നമ്മൾ 3 റെഡ് കളർ കൊടുക്കണം. ഇനി 1 2 3 4. ഇതിനെന്താണ്? ഇതിന് ഈ ഡാർക്ക് ബ്ലൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബേർഡ്സ് ഓഫ് വിച്ച് കളർ ആർ ദ മോസ്റ്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏത് കളറാണ്? 1 2 3 4 5. ഇതാണ്. ഇത് ഏതാണ്? സ്കൈ ബ്ലൂ കളറാണ്. അപ്പോൾ ഇവിടെ അത് എഴുതാം. ഹൗ മെനി, എത്ര എണ്ണമാണ്? 5. Write these numbers from the largest to smallest. അപ്പോൾ വലുതിന്ന് ചെറുതേക്ക് എഴുതുക. അപ്പോൾ വലുത് ഏതാണ് ഇതിൽ? വലുതെന്ന് പറയുന്നത് 5 ആണ്. ദെൻ ആദ്യം 5 എഴുതി, ദെൻ പിന്നെ അടുത്ത വലുത് 4, ദെൻ അടുത്ത വലുത് 3, ദെൻ 2, ദെൻ 1. ഓക്കെ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെസൺ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആദ്യത്തെ ലെസണിലുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ നമ്പർ പഠിച്ചു? 1 പഠിച്ചു, 2 പഠിച്ചു, 3 പഠിച്ചു, 4 പഠിച്ചു, 5 പഠിച്ചു. 1 2 3 4 5. ഏതൊക്കെയാണ്? 1 പഠിച്ചു, 2 പഠിച്ചു, 3 പഠിച്ചു, 4 പഠിച്ചു, 5 പഠിച്ചു. ഓക്കെ, ഇത്രയും നമ്പേഴ്സ് നമ്മൾ പഠിച്ചു. 1 2 3 4 5. ഓക്കെ, ഏതൊക്കെയാണ്? 1 2 3 4 5. ഇത്രയും നമ്പേഴ്സ് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ലെസൺ എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർ ഈ പാഠങ്ങളൊക്കെ നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.